2023 and 24. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, 2023 24 ഒരുമിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അല്പസമയം ദൈവത്തിന്റെ വചനം ചിന്തിച്ചു കഴിഞ്ഞാൽ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായത്തിലേക്ക് നമ്മൾ ചിന്തിക്കുന്ന വിഷയവുമായി കടന്നുപോയി 2024 നമ്മുടെ കാലുകൾ മുന്നോട്ട് ചലിപ്പിക്കണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. 12 എന്നൊരു സമയം 2024 എന്നൊരാണ്ടിൽ നമ്മുടെ മുൻപിൽ ആഗതമാകുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിങ്ങളുടെ നൈയാണികൾ മുൻപോട്ട് ചലിപ്പിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വേദപുസ്തക ചിന്തയിലേക്ക് കടന്നു പോവുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, 2023 2000 എന്ന സംഖ്യ യെഹെസ്കേൽ പ്രവചനം 47-ാം അധ്യായത്തിൽ പ്രവാചകനെ ഒരളവുകാരൻ അളക്കുന്നു. ഒരു നദിയിലൂടെ ആ പ്രവാചകൻ ഒരു വ്യക്തിയെ നടത്തുന്ന ഒരു ചിത്രം കാണുകയാണ്. 1000 മുഴം അളക്കുന്നു, 2000 മുഴം അളക്കുന്നു, 3000 മുഴം അളക്കുന്നു, 4000 മുഴം അളക്കുമ്പോൾ ആ മനുഷ്യൻ ആ നദിയിലെ വെള്ളത്തിൽ വളരെ മനോഹരമായ രീതിയിൽ സമ്പൂർണമായി വെള്ളത്താൽ ആവരണം ചെയ്യപ്പെട്ട് അനുഗ്രഹീതനായി തീർന്നുവെങ്കിൽ നമ്മളിവിടെ ആ നദിയുടെ തീരത്ത് വന്ന് ഈ 23-ാം ആണ്ടിൽ അവസാന രാത്രി നിൽക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ ചില സംഖ്യകൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരേണ്ടത് അനിവാര്യമാണ്. നമ്മൾ സാധാരണ പറയും 20 2023-ാം ആണ്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്പർ ഓഫ് ഹോപ്പ്, പ്രതീക്ഷയുടെ സംഖ്യയാണ് 20 എന്നത്. അങ്ങനെയെങ്കിൽ യാക്കോബ് എന്ന് പറയുന്ന ഗോത്ര തലവൻ ഭാര്യമാരും സമ്പത്തും 20-ാം വർഷത്തിന്റെ ഒടുവിൽ കരസ്ഥമാക്കുമ്പോൾ 2023-ന്റെ അവസാന നിമിഷത്തിൽ നമ്മളും അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കാൻ പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 31-ന്റെ 38 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ 20-ാം വർഷത്തിന്റെ അവസാനം യാക്കോബ് തന്റെ അധ്വാനത്തിന്റെ ഓഹരി ശമ്പളം കൂലി വാങ്ങുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ യാക്കോബ് പീഡനത്തിൽ നിന്ന് മോചനം പ്രാപിച്ചുവെങ്കിൽ, പ്രിയ ദൈവമക്കളെ, ഇന്നയോളം ഈ നാൾ വരെ നമ്മളെ പീഡിപ്പിച്ച ഈ ലോകത്തിലെ ഏത് പീഡനത്തിൽ നിന്നും ഇന്ന് രാത്രി നാം മോചിതരാകുവാൻ പോവുകയാണ്. വിമോചനം യാക്കോബിന്റെ ജീവിതത്തിൽ 20-ാം ആണ്ടിന്റെ അവസാനത്തിലാണ് പൂർത്തീകരിക്കുന്നതെങ്കിൽ 2020 ശേഷം 23-ന്റെ അവസാന നിമിഷത്തിൽ നമ്മുടെ വിമോചനം പരിപൂർണമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് അനിവാര്യമാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 10-ാം വാക്യത്തിൽ ദൈവാലയത്തിന്റെ പണി ശലോമോൻ രാജാവ് പൂർത്തീകരിക്കുന്നത് 20 വർഷം കൊണ്ടാണ്. ആമേൻ. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയുമായി ബന്ധപ്പെട്ടാണ്
സംഖ്യാശാസ്ത്രത്തിൽ 20 എന്ന സംഖ്യ നിൽക്കുന്നത്. 20 വർഷങ്ങൾ തികഞ്ഞു കഴിയുമ്പോൾ ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും ഒരു വഴിത്തിരിവുണ്ടാകും. സ്കൂളിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥി വലിയ തെറ്റില്ലാതെ പഠിച്ചാൽ 14 വയസ്സിൽ 10ാം ക്ലാസ് പൂർത്തീകരിക്കുന്നു. 16ാം വയസ്സിൽ പ്രീ ഡിഗ്രി പൂർത്തീകരിക്കുന്നു. 19ാമത്തെ വയസ്സിൽ ഡിഗ്രി പൂർത്തീകരിക്കുന്നു. 20ാമത്തെ വയസ്സിൽ താൻ പോസ്റ്റ് ഗ്രാജുവേഷന് എൻട്രി ചെയ്യുക. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കുതിപ്പ് എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ വിദ്യാർത്ഥിയായി 20ാം വയസ്സിലേക്ക് പ്രവേശിക്കുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വളരെ വലിയ പ്രതീക്ഷ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 20 എന്ന സംഖ്യ നൽകുമ്പോൾ ഭാവി പ്രതീക്ഷയുടെ, വരുവാനുള്ള അനുഗ്രഹത്തിന്റെ, വരുവാനുള്ള നന്മകളുടെ, വരുവാനുള്ള ശ്രേഷ്ഠകരമായ പുരോഗതിയുടെ സ്വപ്നം കണ്ട 20 വ്യക്തികൾ ഈ ബൈബിളിൽ ഉണ്ട്. ഇന്ന് രാത്രിക്കാലം ഞാൻ ആഗ്രഹിക്കുന്നത് ഭാവിയെ കുറിച്ച്, നേട്ടത്തെ കുറിച്ച്, പുരോഗതിയെ കുറിച്ച്, ഉന്നതിയെ കുറിച്ച്, ഉയരത്തെ കുറിച്ച് സ്വപ്നം കണ്ട 20 വ്യക്തികൾ ഈ വേദപുസ്തകത്തിലുള്ളപ്പോൾ അതിൽ 20ാമത്തെ വ്യക്തിയായി ഈ പള്ളിയും മാറട്ടെ. ആമേൻ. പ്രിയ ദൈവമക്കളെ, ഉൽപ്പത്തി പുസ്തകം 20ാം അധ്യായം 3ാം വാക്യത്തിൽ അബീമേലെക്ക് തന്റെ ജീവിതവുമായിട്ടുള്ള ബന്ധത്തിൽ 20 വർഷം കാണുകയാണ്. യാക്കോബ് അപ്പോസ്തലൻ പ്രതിഫലത്തിനു വേണ്ടി 20 വർഷം ജോലി ചെയ്തു. ഉൽപ്പത്തി 28:12 ലാബാൻ തന്റെ ജീവിതത്തിൽ യാക്കോബിന്റെ പ്രതിഫലം 20 പ്രാവശ്യം മാറ്റിവെച്ചതായി ഉൽപ്പത്തി 31ാം അധ്യായം 24ാം വാക്യം വായിക്കുമ്പോൾ യോസേഫ് 20ാമത്തെ വയസ്സിലാണ് സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് അന്യാധീനപ്പെട്ടു പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 37ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. മിസ്രയീം രാജാവിന്റെ പാനപാത്രവാഹകന്റെ സ്വപ്നം അത് 20 വർഷത്തെ ദൈർഘ്യമേറിയ സ്വപ്നമായിരുന്നുവെന്ന് ഉൽപ്പത്തി പുസ്തകം 40ാം അധ്യായം 5ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഫറവോൻ രാജാവ് അതേപോലെ ഒരു സംഭവത്തിൽ ഉൾപ്പെടുന്നതായി ഉൽപ്പത്തി 41:15 വായിക്കുമ്പോൾ ഗിദെയോന്റെ സൈന്യത്തിൽ ഒരുവനുമായുള്ള ബന്ധത്തിൽ ഈ 20 വർഷം ന്യായാധിപന്മാർ 7ാം അധ്യായം 13ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ശലോമോൻ രാജാവിന്റെ ജീവിതത്തിൽ 20 പ്രാധാന്യമുള്ളതായി 1 രാജാവ് 3:5 വായിക്കുമ്പോൾ നെബൂഖദ്നേസർ രാജാവിന്റെ ജീവിതത്തിൽ ദാനിയേൽ 2:3 4:5 ഇതേപോലത്തെ അനുഭവം ദാനിയേലിന്റെ ജീവിതത്തിൽ 7ാം അധ്യായം 1ാം വാക്യത്തിൽ ഇതേപോലെയുള്ള അനുഭവം. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിന്റെ പിതാവായ യോസേഫിന്റെ ജീവിതത്തിൽ മത്തായി 1:20, 2:13, 2:19 വാക്യങ്ങളിൽ നമ്മൾ കാണുകയാണ്. വിദ്വാൻമാരെ സംബന്ധിച്ച് മത്തായി 2:13 പീലാത്തോസിന്റെ ഭാര്യയെ സംബന്ധിച്ച് അവളുടെ സ്വപ്നവും അങ്ങനെയായിരുന്നു എന്ന് വായിക്കുമ്പോൾ 20 പേരാണ് ഭാര്യയെ കുറിച്ച് ബൈബിളിൽ സ്വപ്നങ്ങൾ കാണുന്നതെങ്കിൽ 20ാമത്തെ വ്യക്തി പീലാത്തോസിന്റെ ഭാര്യയായ പോർക്കുളയാണ്. ആ പോർക്കുള രാത്രി പീലാത്തോസിന്റെ ചേംബറിലേക്ക് ഒരു ദൂതന്റെ കയ്യിൽ ഒരു കത്ത് കൊടുത്തയക്കുകയാണ്. നിങ്ങളുടെ ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കുന്ന ആ യേശു
ഈ 20 സംഭവങ്ങൾ അവസാനിക്കുമ്പോൾ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ 2023 അതിന്റെ അവസാനം നമ്മൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ 20നെ കുറിച്ച് നമ്മൾ കണ്ടു. ഇനി 23നെ കുറിച്ച് നമ്മൾ കാണണം. 23 എന്ന ഒരു സംഖ്യ ഇതിലില്ല. അതിന് പകരം 3 എന്ന സംഖ്യ കൊടുത്തിരിക്കുമ്പോൾ മത്തായി 21 അധ്യായം 19 വാക്യത്തിൽ ദൈവിക ത്രിത്വത്തെ കുറിച്ച് പറയുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. 2 കൊരിന്ത്യർ 13 അധ്യായം 14 വാക്യത്തിൽ ബൈബിളിൽ ഒറ്റയൊരു വാക്യമേ ഉള്ളൂ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആശീർവാദം പറഞ്ഞ് ഒരു പ്രാർത്ഥനാ സമ്മേളനം അവസാനിപ്പിക്കുക. നമ്മുടെ കർത്താവായ യേശുവിനെ സംബന്ധിച്ച് അവൻ ഇടയനാണ്, വലിയ ഇടയനാണ്, മഹാ ഇടയനാണെന്ന് 3 സ്ഥലങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. 22 സങ്കീർത്തനത്തിൽ ജീസസ് ഗുഡ് ഷെപ്പേർഡ്, 23 സങ്കീർത്തനത്തിൽ ജീസസ് ഗ്രേറ്റ് ഷെപ്പേർഡ്, 24 സങ്കീർത്തനത്തിൽ ജീസസ് ചീഫ് ഷെപ്പേർഡ്. അവൻ നല്ല ഇടയനാണ്, അവൻ വലിയ ഇടയനാണ്, അവൻ ശ്രേഷ്ഠ ഇടയനാണ്. അങ്ങനെയെങ്കിൽ വാത്സല്യമുള്ള ദൈവമക്കളെ, ദൈവിക ത്രിത്വത്തെ 3 വിളംബരം ചെയ്യുമ്പോൾ ഹ്യൂമൻ ട്രിനിറ്റി, മനുഷ്യന്റെ ത്രിത്വവും 3 അധിഷ്ഠിതമാണ്. 1 തെസ്സലോനിക്കർ 5 അധ്യായം 23 വാക്യത്തിൽ നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ പ്രാണനും നിങ്ങളുടെ ആത്മാവും അശേഷം അനിന്ദ്യമായ നിത്യമല്ലാത്ത അവസ്ഥയിൽ ആ നാൾ വരെ കാക്കപ്പെടട്ടെ എന്ന് അപ്പോസ്തലൻ പറയുമ്പോൾ മനുഷ്യന്റെ ശരീരത്തിന്റെ നിലനിൽപ്പുമായുള്ള ബന്ധത്തിൽ 3 കാര്യങ്ങൾ പറയുന്നു. Food to the body, music to the soul, worship to the spirit. നമ്മുടെ ശരീരം ഭക്ഷണം എടുക്കുന്നു, നമ്മുടെ പ്രാണൻ ആസ്വദിക്കുന്നു, നമ്മുടെ ആത്മാവ് ആരാധിക്കുന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, 2023 ദൈവിക ത്രിത്വം വലുതാണ്, മാനുഷിക ത്രിത്വം വലുതാണ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ കാണുവാൻ സാധിക്കുന്നു. വെളിപ്പാട് പുസ്തകം 20 അധ്യായം അതിന്റെ 10 വാക്യത്തിൽ സാത്താന്റെ ത്രിത്വത്തെ കുറിച്ച് പറയുന്നു. സാത്താൻ, മൃഗം, കള്ളപ്രവാചകൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, സാത്താനെയും മൃഗത്തെയും കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി തീയും ഗന്ധവും കത്തുന്ന പൊയ്യിലേക്ക് ദൈവത്താൽ മാലാഖമാർ വലിച്ചെറിയുമ്പോൾ പാപത്തിന് ഈ ഭൂമിയിൽ താൽക്കാലിക തിരശ്ശീല വീഴുകയാണ്. അങ്ങനെയെങ്കിൽ വാത്സല്യമുള്ള ദൈവമക്കളെ, ദൈവിക ത്രിത്വ സംഖ്യയാണ് 3, മാനുഷിക ത്രിത്വ സംഖ്യയാണ് 3, പൈശാചിക ത്രിത്വ സംഖ്യയാണ് 3 എങ്കിൽ 2023 ത്രിത്വത്തിൽ തീരുമ്പോൾ ഏവരെയും 2024 ഞാൻ കർത്താവിന്റെ നാമത്തിൽ ഈ സമയം ഹാർദമായി ക്ഷണിക്കുകയാണ്. 4 എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിന്റെ സംഖ്യ എന്ന് പറയുന്നത് 4 ആമേൻ. ഈ ലോകത്തിന്റെ നമ്പറായി സംഖ്യയായി കണക്കാക്കിയിരിക്കുന്നത് 4. ദൈവം 4 ദിവസമാണ് ഇരുളും വെളിച്ചവും തമ്മിൽ വേർതിരിക്കുവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞത് ഉൽപ്പത്തി 1:16. അങ്ങനെയെങ്കിൽ 2024 നമ്മുടെ ജീവിതം ചൈതന്യപൂരിതമാകട്ടെ, നമ്മുടെ ജീവിതം പ്രകാശപൂർണമായി തീരട്ടെ, നമ്മുടെ ജീവിതം ആനന്ദപൂർണമായി തീരട്ടെ, നമ്മുടെ ജീവിതം ആഹ്ലാദപൂർണമായി തീരട്ടെ. കാണുന്നവരെല്ലാം സന്തോഷിക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതം 24 മാറട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. 4 ദിവസം ആകാശത്ത് സൂര്യചന്ദ്ര നക്ഷത്രങ്ങളെ ദൈവം സൃഷ്ടിച്ചു എങ്കിൽ കാണുന്ന ഏതൊരു മനുഷ്യനും
സൂര്യന്റെ ശോഭയിൽ സന്തോഷിക്കുന്നു, ചന്ദ്രന്റെ പ്രഭയിൽ സന്തോഷിക്കുന്നു, നക്ഷത്രങ്ങളുടെ പ്രഭയിൽ ആനന്ദിക്കുമ്പോൾ 2024 നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ ആഹ്ലാദിച്ച് സന്തോഷിച്ച് ആനന്ദിക്കുവാൻ ഇടയുണ്ടാകണം. ആമേൻ. അങ്ങനെയെങ്കിൽ വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ ഭൂമിയെ സംബന്ധിച്ച് ഈ ഭൂമിക്ക് 4 ദിക്കാണ്. കിഴക്ക്, തെക്ക്, വടക്ക്, പടിഞ്ഞാറ്, ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. ഈ 4 ദിക്കുകളിൽ ഭൂമി അധിഷ്ഠിതമെങ്കിൽ കിഴക്ക് നിന്നും, തെക്ക് നിന്നും, വടക്ക് നിന്നും, പടിഞ്ഞാറ് നിന്നും 2024 നമ്മുടെ ജീവിതത്തെ നിറഞ്ഞു കവിയുന്ന അനുഗ്രഹത്തിന്റെ വ്യാപനം ഉണ്ടാകട്ടെ. ആമേൻ. നമ്മളത് പ്രതീക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കട്ടെ. ഈ ബൈബിളിൽ 4th ബുക്ക് എന്ന് പറയുന്നത് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, 4ാമത്തെ പുസ്തകം സംഖ്യാ പുസ്തകമെങ്കിൽ നമ്മുടെ ജീവിതം 2024 നല്ലതുപോലെ എണ്ണി തിട്ടപ്പെടുത്തുന്ന വർഷമാക്കി. ഇന്നുവരെ ഈ മണ്ണുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ 2024 നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും എണ്ണി എണ്ണി തിട്ടപ്പെടുത്തി നമ്മൾ ആ ഒരു കണക്കിനെ മുന്നിൽ കണ്ടുകൊണ്ട് അടുത്ത കടമ്പ നമ്മൾ ചാടിക്കടക്കണം. അത് മാത്രമല്ല, ബിബ്ലിക്കൽ കളേഴ്സ് വേദപുസ്തകത്തിൽ നീല, ചുവപ്പ്, വെള്ള, ധൂമ്രം ഈ 4 കളറാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. യെരൂശലേമിൽ ദൈവത്തിന്റെ സമാഗമന കൂടാരം പണിതപ്പോൾ അതിന്റെ തിരികൾ, അതിന്റെ മൂടുതിരികൾ, അവയ്ക്കെല്ലാം നീലനൂൽ, ചുവപ്പുനൂൽ, ധൂമ്രനൂൽ, പിരിച്ച പഞ്ഞിനൂൽ ഈ 4 കളറുകളാണ് രേഖപ്പെടുത്തിയിരുന്നതെങ്കിൽ പ്രിയ ദൈവമക്കളെ, ബൈബിളിന്റെ നിലനിൽപ്പിന് ആധാരമായി ഈ 4 കളറുകൾ സാക്ഷ്യപ്പെടുമ്പോൾ 2024 പ്രിയ ദൈവമക്കളെ നമുക്ക് നീലയുടെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീലാകാശത്തിന്റെ അനുഭവം ഒരു കുറവുമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ വരട്ടെ. രണ്ടാമത് ചുവപ്പ്. നമ്മുടെ ജീവിതം 2024 എവിടെയാണെങ്കിലും പരിശുദ്ധമായി ശുദ്ധിയുള്ളതായി കർത്താവിന്റെ രക്തത്താൽ മാറ്റപ്പെടുന്ന ചുവപ്പ് അവിടെ വ്യാപരിക്കട്ടെ. മൂന്നാമത് അവിടെ പറയുന്ന നിറം എന്ന് പറയുന്നത് പർപ്പിളാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, സാധാരണ നമ്മൾ കാണുന്ന ചുവപ്പല്ല, നീല, ചുവപ്പ് ഇതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പർപ്പിൾ കളറാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ശരീരം മുറിഞ്ഞ് ആദ്യം ഒഴുകിയ രക്തത്തിന് ശേഷം ആ ഭാഗത്ത് വെളിപ്പെടുന്ന ആ ചോരയുടെ കളറാണ് പർപ്പിൾ. പ്രിയ ദൈവമക്കളെ, ആ ചോരയുടെ കളറിന് ശേഷം പർപ്പിൾ കളർ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ചോരയുടെ ഒഴുക്ക് ഏതാണ്ട് അവസാനിച്ചു എന്ന് കാണുമ്പോൾ അവിടെ നമുക്ക് ആശ്വാസം ഉണ്ടാകും. ആമേൻ. 2024 പർപ്പിൾ എന്ന കളർ നമ്മുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം നൽകുവാനായിട്ട് അവസാനമായി വൈറ്റ് കളർ നമ്മൾ സംശുദ്ധമായി ശുദ്ധിയുള്ളവരായി പരിശുദ്ധരായി നിലകൊള്ളുവാൻ 2024 ദൈവം നമ്മളെ ഇടയാക്കുമാറാകട്ടെ എന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ലൂക്കോസ് 19-ാം അധ്യായം 8-ാം വാക്യത്തിൽ യേശു മരത്തിന്റെ മുകളിൽ വെച്ച് ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. ആരാണെന്ന് നമുക്കറിയാം, സക്കറിയാവാണ്. സക്കായിയെ, നീ വേഗം മരത്തിൽ നിറങ്ങി വാ, ഞാൻ നിന്റെ വീട്ടിൽ താമസിക്കുവാൻ പോവുകയാണ്. സക്കായി മരത്തിൽ നിന്നിറങ്ങി യേശുവിന്റെ അടുക്കൽ നിന്നിട്ട് ഇങ്ങനെയാണ് യേശുവിനോട് പറഞ്ഞത്, ഞാൻ എന്റെ വസ്തുവകയിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നു. ഞാൻ എന്റെ ചുങ്കപ്പിരിവിൽ ആരോടെങ്കിലും അന്യായമായി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് തിരിച്ചു കൊടുക്കുന്നു. ആമേൻ. 2024 നമ്മൾ ആരോടും കടം വാങ്ങിക്കത്തില്ല, കടം കൊടുക്കട്ടെ. ആമേൻ. നമ്മൾ 23 വാങ്ങിച്ചതെങ്കിൽ 24 കൊടുക്കുന്നവരാകട്ടെ. ആരുടെയും മുൻപിൽ
വാങ്ങിക്കുവാൻ നമ്മുടെ കൈ നീളാതെ എല്ലാവർക്കും നമ്മുടെ കയ്യിൽ നിന്ന് വാരി കൊടുക്കുന്നവരായി നമ്മൾ തീരുമെന്നുള്ള കാര്യം ഈ 2020 കർത്താവിന്റെ നാമത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ ആദ്യമായി ഒരാഹാരം ഭക്ഷിച്ചു. ആ ആഹാരത്തിന്റെ പേര് മന്ന എന്നാണ്. മന്നായ്ക്ക് 4 ഗുണങ്ങളുണ്ട്. ആമേൻ. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ മന്നായുടെ 4 ഗുണങ്ങളെ കുറിച്ച് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുകയാണ്. പുറപ്പാട് 16-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. മഞ്ഞു മാറിയപ്പോൾ മരുഭൂമിയിലെല്ലാം ചെതുമ്പൽ പോലെ നേർത്ത ഒരു വസ്തു ഉറച്ച മഞ്ഞ് പോലെ നിലത്ത് കിടക്കുന്നത് കണ്ടു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇസ്രായേൽ മക്കൾ വേണ്ടുവോളം അത് പെറുക്കി തിന്നു, വീണ്ടും പെറുക്കി വെച്ചു. പെറുക്കി വെച്ചത് പിന്നീട് തിന്നാൻ പറ്റിയില്ല. 2024 മത്തായി 6-ാം അധ്യായത്തിൽ യേശു പഠിപ്പിച്ചതുപോലെ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം അന്നൊന്ന് ഞങ്ങൾക്ക് തരണമേ. 2024 അന്നത്തെ അപ്പം നമുക്ക് മുട്ടിപ്പോകാതിരിക്കട്ടെ. ആമേൻ. മാറ്റമില്ലാത്ത ദൈവമക്കളെ, അത് മാത്രമല്ല പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, വിത്ത് വിതയ്ക്കുന്നതിനെ കുറിച്ച് കർത്താവ് യേശു പറഞ്ഞപ്പോൾ, വിതയ്ക്കാൻ പോയവന്റെ വിത്ത് 4 സ്ഥലത്ത് വീണ്, മുള്ളു നിറഞ്ഞ സ്ഥലത്ത് വീണ്, പാറമേൽ വീണ്, വഴിയരികെ വീണ്, നല്ല നിലത്ത് വീണ്. 2024 ഈ പള്ളിയിലെ ദൈവജനത്തിന്റെ വിത്ത് നല്ല നിലത്ത് വീണ് 30, 60, 100 മേനി. ആമേൻ. ഒരിക്കലും പാറമേലല്ല, മുള്ളിനിടയിലല്ല, വഴിപോക്കരുടെ പാദങ്ങൾക്ക് കീഴിലല്ല. അങ്ങനെയെങ്കിൽ അവസാനമായി ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. സ്വർഗം തുറന്നിരിക്കുന്നത് ബൈബിളിൽ 4 പേര് കണ്ടു. ഒന്നാമത് കണ്ടത് യെഹെസ്കേൽ പ്രവാചകൻ 1-ാം അധ്യായം 1-ാം വാക്യം. രണ്ടാമത് ഇത് കണ്ടത് നമ്മുടെ കർത്താവായ യേശുവാണ്. മത്തായി സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. 4-മത് കല്ലേറുകൊണ്ട് ജീവൻ പോകുന്ന സമയം സ്തേഫാനോസാണ് കണ്ടത്. പ്രവൃത്തി 7-ന്റെ 56. 5-മത് യോഹന്നാൻ പത്മോസിൽ വെച്ച് കണ്ടു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം. 2024 എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള സ്നേഹസമ്പന്നരായ ദൈവത്തിന്റെ മക്കളെ, സ്വർഗം തുറന്ന കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ടുണരട്ടെ. സ്വർഗം തുറന്ന കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ട് കിടക്കാൻ പോരട്ടെ. സ്വർഗം തുറന്ന കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ തുടങ്ങട്ടെ. സ്വർഗം തുറന്നിരുന്ന കാഴ്ച നിങ്ങളുടെ ജീവിതയാത്രയിലുടനീളം നിങ്ങളുടെ കണ്ണുകൾക്ക് കാഴ്ചയായി സംഭവിക്കട്ടെ. ആമേൻ. അങ്ങനെയെങ്കിൽ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതം അങ്ങനെ ആനന്ദകരമായി, സന്തോഷകരമായി, ശാന്തകരമായി തീരുമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഇതിന്റെ സാക്ഷ്യത്തിനായി മിശിഹായുടെ നാമത്തിൽ ആഹ്വാനം ചെയ്യാണ്. God bless you. God bless you. God bless you. ആമേൻ.